മക്കബായരുടെ ഒന്നാം പുസ്തകം അധ്യായം 15. അന്തിയോക്കസുമായി സഖ്യം. ദെമത്രിയുസ് രാജാവിൻ്റെ പുരോഹിതനായ അന്തിയോക്കസ് പുരോഹിതനും യഹൂദരുടെ അധിപനുമായി ശിമെയോനും യഹൂദജനത്തിനുമായി സമുദ്രദ്വീപുകളിൽ നിന്ന് ഒരു കത്തയച്ചു. അതിൻ്റെ ഉള്ളടക്കം ഇതാണ്: പ്രധാന പുരോഹിതനും അധിപനുമായ ശിമെയോനും യഹൂദജനത്തിനും അന്തിയോക്കസ് രാജാവിൻ്റെ അഭിവാദനം. ചില രാജ്യദ്രോഹികൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ രാജ്യം പിടിച്ചടക്കിയിരുന്നു. അതിന്മേലുള്ള എൻ്റെ അവകാശം സ്ഥാപിച്ച് രാജ്യം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതിനുവേണ്ടി ഞാൻ ഒരു വലിയ കൂലിപ്പട്ടാളം ശേഖരിക്കുകയും പടക്കോപ്പുകൾ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ രാജ്യം നശിപ്പിക്കുകയും അതിലെ പല നഗരങ്ങളും ശൂന്യമാക്കുകയും ചെയ്ത അവർക്കെതിരെ പൊരുതുന്നതിന് എൻ്റെ രാജ്യത്തെത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എനിക്ക് മുമ്പുള്ള രാജാക്കന്മാർ നിങ്ങൾക്ക് അനുവദിച്ചു തന്ന എല്ലാ നികുതി ഇളവുകളും ഞാൻ സ്ഥിരീകരിക്കുന്നു. അവർ നിങ്ങളെ ഒഴിവാക്കിയിരുന്ന മറ്റെല്ലാ കടങ്ങളിൽ നിന്നും ഞാനും നിങ്ങളെ ഒഴിവാക്കുന്നു. നിങ്ങളുടെ രാജ്യത്തിനു വേണ്ട പണം സ്വന്തം കമ്പട്ടത്തിൽ അടിച്ചിറക്കാൻ ഞാൻ അനുവദിക്കുന്നു. ജെറുസലേമിനും വിശുദ്ധ സ്ഥലത്തിനും ഞാൻ സ്വാതന്ത്ര്യം തരുന്നു. നിങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള ആയുധങ്ങളും നിങ്ങൾ പണിതീർത്ത് കൈവശം വെച്ചിട്ടുള്ള കോട്ടകളും നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. രാജഭണ്ഡാരത്തിലേക്ക് നിങ്ങൾ കൊടുത്തുവീട്ടേണ്ട കടങ്ങളും ഭാവിയിലുണ്ടായേക്കാവുന്ന അത്തരം കടങ്ങളും ഇതിനാൽ എന്നേക്കുമായി ഒഴിവാക്കുന്നു. ഞങ്ങൾ രാജ്യത്തിൻ്റെ നിയന്ത്രണം വീണ്ടെടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മഹത്വം ഭൂമിയിലെങ്ങും വെളിപ്പെടേണ്ടതിന് നിൻ്റെയും നിൻ്റെ ജനത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും മേൽ ഞങ്ങൾ വലിയ ബഹുമതികൾ ചൊരിയും. 174 ആണ്ടിൽ അന്തിയോക്കസ് തൻ്റെ പിതാക്കന്മാരുടെ ദേശത്തെത്തി അതിനെ ആക്രമിച്ചു. സേനകൾ അവനോട് ചേർന്നു. വളരെ കുറച്ചു പേർ മാത്രമേ ട്രിഫോയോടൊത്ത് നിന്നുള്ളൂ. അന്തിയോക്കസ് അവനെ പിന്തുടർന്നു. അവൻ പലായനം ചെയ്ത് സമുദ്രതീരത്തുള്ള ദോറിലെത്തി. സൈന്യം കൂറുമാറിയെന്നും തനിക്ക് വിപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്നും അവൻ അറിഞ്ഞിരുന്നു. അന്തിയോക്കസ് ദോറിനെതിരെ പാളയമടിച്ചു. അവനോടൊപ്പം 120,000 യോദ്ധാക്കളും 8,000 കുതിരപ്പടയാളികളും ഉണ്ടായിരുന്നു. അവൻ നഗരം വളഞ്ഞു. കടലിൽ നിന്ന് കപ്പലുകളും യുദ്ധത്തിലേർപ്പെട്ടു. അങ്ങനെ കരയിലും കടലിലും നിന്ന് അവൻ നഗരത്തിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി. അകത്ത് കടക്കാനോ പുറത്തു പോകാനോ ആരെയും അനുവദിച്ചില്ല. ലൂസിയൂസിൻ്റെ കത്ത്. രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കുമുള്ള കത്തുകളുമായി നുമേനിയോസും സംഘവും റോമായിൽ നിന്നെത്തി. അതിലിങ്ങനെ എഴുതിയിരുന്നു: ടോളമി രാജാവിന് റോമാ സ്ഥാനപതിയായ ലൂസിയൂസിൻ്റെ അഭിവാദനം. ഞങ്ങളുടെ സുഹൃത്തുക്കളും സഖ്യകക്ഷികളുമായ യഹൂദരുടെ ദൂതന്മാർ ഞങ്ങളുടെ പൂർവ്വ സൗഹൃദവും സഖ്യവും നവീകരിക്കാൻ വന്നിരുന്നു. പ്രധാന പുരോഹിതനായ ശിമെയോനും യഹൂദജനവുമാണ് അവരെ അയച്ചത്. 1000 മീന തൂക്കമുള്ള ഒരു സുവർണ പരിച അവർ കൊണ്ടുവന്നു. അവരെ ഉപദ്രവിക്കുകയോ അവർക്കും അവരുടെ നഗരങ്ങൾക്കും രാജ്യത്തിനുമെതിരെ യുദ്ധം ചെയ്യുകയോ അവരോട് യുദ്ധം ചെയ്യുന്നവരുമായി സഖ്യമുണ്ടാക്കുകയോ അരുതെന്ന് രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കും എഴുതാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അവരിൽ നിന്ന് സ്വർണ്ണ പരിച സ്വീകരിക്കുക ഉചിതമെന്ന് ഞങ്ങൾക്ക് തോന്നി. ആകയാൽ ഏതെങ്കിലും രാജ്യദ്രോഹികൾ അവരുടെ ദേശത്തു നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് പലായനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പ്രധാന പുരോഹിതനായ ശിമെയോന് കൈമാറുക. അവൻ യഹൂദ നിയമപ്രകാരം അവരെ ശിക്ഷിക്കട്ടെ. ഇതേ വിവരങ്ങൾ തന്നെ ദെമത്രിയോസ് രാജാവിനും അത്താലൂസിനും അരിയാറാത്താസിനും അർസാക്കസിനും സ്ഥാനപതി എഴുതി. സംസാമെസ്, സ്പാർത്ത, ദേലോസ്, മിൻതോസ്, സിസിയോൻ, കാരിയ, സാമോസ്, പംഫീലിയ, ലിസിയ, ഹലിക്കാർനാസൂസ്, റോദേസ്, ഫസേലിസ്, കോസ്, സീദെ, അരാദൂസ്, ഗോർത്തീന, സ്നീദൂസ്, സൈപ്രസ്, കിറേനെ തുടങ്ങി എല്ലാ രാജ്യങ്ങൾക്കും ഈ സന്ദേശം അയച്ചു. ഇതിൻ്റെ ഒരു പകർപ്പ് പ്രധാന പുരോഹിതനായ ശിമെയോനും അയച്ചു കൊടുത്തു. അന്തിയോക്കസ് പിണങ്ങുന്നു. അന്തിയോക്കസ് രാജാവും സൈന്യവും യുദ്ധോപകരണങ്ങളുമായി വീണ്ടും ദോറിനെ ആക്രമിച്ചു. പുറത്തു പോകാനോ അകത്ത് കടക്കാനോ കഴിയാത്ത വിധം ട്രിഫോയെ അതിനുള്ളിലാക്കി. സ്വർണം, വെള്ളി, ധാരാളം യുദ്ധോപകരണങ്ങൾ എന്നിവയുമായി സമർത്ഥരായ 2000 യോദ്ധാക്കളെ ശിമെയോൻ അന്തിയോക്കസിൻ്റെ അടുത്തേക്ക് അയച്ചു. അവരെ സ്വീകരിക്കാൻ അവൻ വിസമ്മതിച്ചു. ശിമെയോനുമായി മുൻപിട്ടാക്കിയിരുന്ന കരാറുകളെല്ലാം അവൻ തള്ളിക്കളയുകയും അവനുമായി പിണങ്ങുകയും ചെയ്തു. അന്തിയോക്കസ് തൻ്റെ മിത്രമായ അത്തനോബിയൂസിനെ ഈ സന്ദേശവുമായി അയച്ചു: ജോപ്പായും ഗസറായും ജെറുസലേം കോട്ടയും നിന്റെ നിയന്ത്രണത്തിലാണ്. അവ എൻ്റെ രാജ്യത്തെ നഗരങ്ങളാണ്. നീ ആ പ്രദേശങ്ങൾ നശിപ്പിക്കുകയും ദേശത്തിന് വലിയ നാശങ്ങൾ വരുത്തുകയും എൻ്റെ രാജ്യത്തെ പല സ്ഥലങ്ങളും കൈയടക്കുകയും ചെയ്തു. ആകയാൽ നിങ്ങൾ പിടിച്ചടക്കിയ നഗരങ്ങൾ വിട്ടുതരികയും യൂദായുടെ അതിർത്തികൾക്ക് പുറത്തുനിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾക്കുള്ള കപ്പം തരികയും ചെയ്യുക. അല്ലെങ്കിൽ അവയ്ക്ക് പകരം 500 താലന്ത് വെള്ളിയും നീ വരുത്തിവെച്ച നഷ്ടങ്ങൾക്ക് പകരമായും നഗരങ്ങൾക്കുള്ള കപ്പമായും വേറെ 500 താലന്തും കൂടി നൽകുക. അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് നിന്നെ കീഴടക്കും. രാജമിത്രമായ അത്തനോബിയോസ് ജെറുസലേമിലെത്തി. ശിമെയോൻ്റെ പ്രതാപവും ഭക്ഷണമേശക്കരികെ തട്ടുതട്ടായി അടുക്കി വച്ചിരുന്ന സ്വർണ്ണ-വെള്ളി പാത്രങ്ങളും അവൻ്റെ സമ്പൽ സമൃദ്ധിയും കണ്ട് അവൻ വിസ്മയഭരിതനായി. അവൻ്റെ രാജസന്ദേശം ശിമെയോനെ അറിയിച്ചു. ശിമെയോൻ ഇങ്ങനെ മറുപടി നൽകി: ശത്രുക്കൾ ഒരു കാലത്ത് അന്യായമായി പിടിച്ചെടുത്ത ഞങ്ങളുടെ പിതൃസ്വത്തല്ലാതെ അന്യദേശമോ വസ്തുവകകളോ ഞങ്ങൾ കൈവശപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കെ പിതാക്കന്മാരുടെ അവകാശം ഞങ്ങൾ മുറുകെ പിടിക്കുകയാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ജോപ്പായും ഗസറായും ഞങ്ങളുടെ ജനത്തിനും ദേശത്തിനും വലിയ നാശങ്ങൾ വരുത്തിയിട്ടുണ്ട്.
അവയ്ക്ക് 100 താലന്ത് ഞങ്ങൾ തന്നുകൊള്ളാം. അത്നോബിയൂസ് ഒന്നും മറുപടി പറഞ്ഞില്ല. അവൻ ക്രോധത്തോടെ മടങ്ങി രാജസന്നിധിയിലെത്തി ഈ സന്ദേശവും ശിമെയോന്റെ പ്രതാപവും താൻ കണ്ട എല്ലാ കാര്യങ്ങളും രാജാവിനെ അറിയിച്ചു. രാജാവ് അത്യധികം കുപിതനായി. ട്രിഫോ ഒരു കപ്പലിൽ കയറി ഓർത്തോസിയായിലേക്ക് രക്ഷപ്പെട്ടു. രാജാവ് സെന്തേബിയൂസിനെ തീരപ്രദേശങ്ങളുടെ സൈന്യാധിപനാക്കുകയും അവന് ഭടന്മാരെയും കുതിരപ്പടയാളികളെയും നൽകുകയും ചെയ്തു. യൂദയാക്കെതിരെ പാളയമടിക്കാനും കെദ്രോൻ പുനരുദ്ധരിച്ച് കവാടങ്ങൾ സുശക്തമാക്കാനും ജനത്തിനെതിരെ യുദ്ധം ചെയ്യാനും രാജാവ് അവന് കൽപ്പന നൽകി. രാജാവ് ട്രിഫോയെ അനുധാവനം ചെയ്തു. സെന്തബെയൂസ് യാമ്നിയയിലെത്തി ജനത്തെ പ്രകോപിപ്പിക്കാനും യൂദയ കയ്യേറി ആളുകളെ തടവുകാരായി പിടിച്ചു കൊല്ലാനും തുടങ്ങി. രാജകൽപ്പനയനുസരിച്ച് കെദ്രോൻ പുതുക്കിപ്പണിയുകയും അവിടെ യൂദയയിലെ രാജവീഥികൾ കാക്കുന്നതിന് കുതിരപ്പടയാളികളെയും ഭടന്മാരെയും നിർത്തുകയും ചെയ്തു. അധ്യായം 16. സെന്തബെയൂസിൻ്റെ മേൽ വിജയം. യോഹന്നാൻ ഗസ്രായിൽ നിന്ന് തൻ്റെ പിതാവ് ശിമെയോൻ്റെ അടുക്കലെത്തി സെന്തബെയൂസ് പ്രവർത്തിച്ചതൊക്കെയും അറിയിച്ചു. ശിമെയോൻ തൻ്റെ മൂത്ത പുത്രന്മാരായ യൂദാസിനെയും യോഹന്നാനെയും വിളിച്ചിങ്ങനെ പറഞ്ഞു: ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഈ ദിവസം വരെ ഞാനും എൻ്റെ സഹോദരന്മാരും പിതൃഭവനവും ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്തു. ഞങ്ങളുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയും ഞങ്ങൾ പലപ്പോഴും ഇസ്രായേലിന് മോചനം നേടിക്കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ എനിക്ക് വയസ്സായി. ദൈവകൃപയാൽ നിങ്ങൾക്ക് പ്രായപൂർത്തി വന്നിരിക്കുന്നു. അതിനാൽ എൻ്റെയും എൻ്റെ സഹോദരന്മാരുടെയും സ്ഥാനം ഏറ്റെടുത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പൊരുതുക. സ്വർഗത്തിൽ നിന്നുള്ള സഹായം നിങ്ങൾക്കുണ്ടാകട്ടെ. യോഹന്നാൻ രാജ്യത്ത് നിന്ന് 20,000 യോദ്ധാക്കളെയും കുതിരപ്പടയാളികളെയും തിരഞ്ഞെടുത്ത് സെന്തബെയൂസിനെതിരെ മുന്നേറി രാത്രി മെദയനിൽ പാളയമടിച്ചു. അവർ അതിരാവിലെ എഴുന്നേറ്റ് സമതലത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഭടന്മാരും കുതിരപ്പടയാളികളും അടങ്ങിയ ഒരു വലിയ സൈന്യം തങ്ങൾക്കെതിരെ വരുന്നത് കണ്ടു. ഇരുവർക്കുമിടയിൽ ഒരരുവി ഒഴുകിയിരുന്നു. അവനും സൈന്യവും ശത്രുവിനെതിരെ അണിനിരന്നു. അരുവി കടക്കാൻ ഭടന്മാർ ഭയപ്പെടുന്നത് കണ്ട് അവൻ ആദ്യം അത് കടന്നു. അത് കണ്ട് പിന്നാലെ അവരും അരുവി കടന്നു. തൻ്റെ സേനയെ വിഭജിച്ച് കുതിരപ്പടയാളികളെ അവൻ കാലാൾപ്പടയ്ക്ക് മധ്യേ നിർത്തി. കാരണം ശത്രുവിൻ്റെ കുതിരപ്പടയാളികൾ അസംഖ്യമായിരുന്നു. അവർ കാഹളം മുഴക്കി. സെന്തബെയൂസും സൈന്യവും പലായനം ചെയ്തു. അവരിൽ പലരും മുറിവേറ്റു വീണു. അവശേഷിച്ചവർ കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു. യോഹന്നാൻ്റെ സഹോദരൻ യൂദാസിന് മുറിവേറ്റു. എന്നാൽ യോഹന്നാൻ സെന്തബെയൂസിനെ അവൻ പണികഴിപ്പിച്ച കെദ്രോൻ കോട്ട വരെ പിന്തുടർന്നു. അസോത്തൂസ് വയലുകളിലെ ഗോപുരങ്ങളിലും അവർ അഭയം പ്രാപിച്ചു. യോഹന്നാൻ അത് അഗ്നിക്കിരയാക്കി. ഏകദേശം 2000 പേർ മരിച്ചു വീണു. യോഹന്നാൻ സുരക്ഷിതനായി യൂദയയിലേക്ക് മടങ്ങി. ശിമെയോൻ്റെ മരണം. അബുബൂസിൻ്റെ മകൻ ടോളമി ജെറീക്കോ സമതലത്തിൻ്റെ അധിപനായി നിയമിക്കപ്പെട്ടു. അവന് ധാരാളം സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. പ്രധാന പുരോഹിതൻ്റെ ജാമാതാവായിരുന്നു അവൻ. അഹങ്കാരം പൂണ്ട് രാജ്യം കൈയടക്കാൻ അവൻ തീരുമാനിച്ചു. ശിമെയോനെയും പുത്രന്മാരെയും നശിപ്പിക്കാൻ അവൻ ദുരാലോചന നടത്തി. അപ്പോൾ ശിമെയോൻ രാജ്യത്തെ നഗരങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ ആവശ്യങ്ങളിൽ ശ്രദ്ധ പതിച്ചുകൊണ്ടിരുന്നു. 177-ാം ആണ്ട് 11-ാം മാസമായ ഷേബാത്തിൽ അവൻ പുത്രന്മാരായ മത്താത്തിയാസും യൂദാസുമൊത്ത് ജെറീക്കോയിലേക്ക് പോയി. അബുബൂസിൻ്റെ പുത്രൻ താൻ നിർമ്മിച്ച ദോക്ക് എന്ന ചെറിയ കോട്ടയിൽ അവരെ വഞ്ചനാപൂർവ്വം സ്വീകരിച്ചു. അവർക്ക് വലിയൊരു വിരുന്ന് നൽകി. തൻ്റെ ആൾക്കാരെ അവൻ അവിടെ ഒളിപ്പിച്ചു നിർത്തിയിരുന്നു. ശിമെയോനും പുത്രന്മാരും കുടിച്ചുന്മത്തരായപ്പോൾ ടോളമിയും അവൻ്റെ ആൾക്കാരും ആയുധങ്ങളുമായി അടുത്ത് വിരുന്നുശാലയിൽ വച്ച് ശിമെയോനെയും ഇരുപുത്രന്മാരെയും ഏതാനും സേവകരെയും വധിച്ചു. അങ്ങനെ അവൻ വൻ ചതി കാണിക്കുകയും നന്മയ്ക്ക് പകരം തിന്മ പ്രവർത്തിക്കുകയും ചെയ്തു. ഈ വിവരങ്ങളെല്ലാം കാണിച്ച് ടോളമി രാജാവിനെഴുതി തൻ്റെ സഹായത്തിനായി സൈന്യങ്ങളെ അയക്കണമെന്നും നഗരങ്ങളും രാജ്യവും തനിക്ക് ഏൽപ്പിച്ചു തരണമെന്നും അവൻ അഭ്യർത്ഥിച്ചു. യോഹന്നാനെ നിഗ്രഹിക്കാൻ ഗസ്രായിലേക്ക് അവൻ ഒരു സേനാ വിഭാഗത്തെ അയച്ചു. സ്വർണവും വെള്ളിയും സമ്മാനങ്ങളും സ്വീകരിക്കാൻ വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവൻ സേനാധിപന്മാർക്ക് കത്തുകൾ അയച്ചു. മറ്റൊരു വിഭാഗത്തെ ജെറുസലേമും ദേവാലയഗിരിയും അധീനമാക്കാൻ അയച്ചു. ഗസ്രായിലുള്ള യോഹന്നാൻ്റെ അടുത്തേക്ക് ആരോ ഓടിച്ചെന്ന് അവൻ്റെ പിതാവും സഹോദരന്മാരും കൊല്ലപ്പെട്ടുവെന്നും അവനെയും വധിക്കാൻ ടോളമി ആളയച്ചിരിക്കുന്നുവെന്നും അറിയിച്ചു. ഇത് കേട്ട് അവൻ സ്തബ്ധനായി. തന്നെ നശിപ്പിക്കാൻ വന്നവരെ അവൻ പിടികൂടി വധിച്ചു. തന്നെ വധിക്കാനാണ് അവർ വന്നിരുന്നതെന്ന് അവൻ അറിവ് കിട്ടിയിരുന്നല്ലോ. യോഹന്നാൻ്റെ മറ്റു പ്രവർത്തനങ്ങളും അവൻ്റെ യുദ്ധങ്ങളും ധീരകൃത്യങ്ങളും മതിൽ നിർമ്മാണവുമെല്ലാം പിതാവിൻ്റെ മരണത്തിന് ശേഷം അവൻ പുരോഹിതനായ നാൾ മുതലുള്ള പ്രധാന പൗരോഹിത്യത്തിൻ്റെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 മക്കബായർ അധ്യായം 1. ഈജിപ്തിലെ യഹൂദ സഹോദരന്മാർക്ക് ജെറുസലേമിലും യൂദയാദേശത്തുമുള്ള യഹൂദ സഹോദരർ സമാധാനം ആശംസിക്കുന്നു. ദൈവം നിങ്ങൾക്ക് ശുഭം വരുത്തുകയും തൻ്റെ വിശ്വസ്തദാസന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി സ്മരിക്കുകയും ചെയ്യട്ടെ. സർവാത്മന അവിടുത്തെ ഹിതം അനുവർത്തിക്കുന്നതിനും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
തൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പ്രവേശിക്കാൻ അവിടുന്ന് നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ. അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കുകയും നിങ്ങളോട് രഞ്ജിപ്പിലാവുകയും ചെയ്യട്ടെ. കഷ്ടകാലത്ത് നിങ്ങളെ അവിടുന്ന് കൈവെടിയാതിരിക്കട്ടെ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 169 വർഷം ദെമേത്രിയോസിൻ്റെ ഭരണകാലത്ത് യഹൂദരായ ഞങ്ങൾക്ക് കഠിനയാതനകൾ നേരിട്ടപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് എഴുതിയിരുന്നു. കാലത്ത് ജാസനും കൂട്ടരും വിശുദ്ധ ദേശത്തും രാജ്യം മുഴുവനിലും കലാപമുണ്ടാക്കുകയും ദേവാലയ കവാടങ്ങൾ കത്തിച്ചു കളയുകയും നിഷ്കളങ്ക രക്തം ചിന്തുകയും ചെയ്തു. ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് അത് കേൾക്കുകയും ചെയ്തു. ഞങ്ങൾ ദഹനബലികളും ധാന്യബലികളും അർപ്പിച്ചു. ദീപം തെളിക്കുകയും കാഴ്ചയപ്പം ഒരുക്കി വയ്ക്കുകയും ചെയ്തു. 188 വർഷം കിസ്ലേവ് മാസത്തിൽ കൂടാര തിരുനാൾ ആഘോഷിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ജെറുസലേമിലും യൂദയായിലുമുള്ളവരും ആലോചനാ സംഘവും യൂദാസും അഭിഷിക്ത പുരോഹിതന്മാരുടെ ഭവനത്തിൽപ്പെട്ടവനും ടോളമി രാജാവിൻ്റെ ഗുരുവുമായ അരിസ്തോബുലസിനും ഈജിപ്തിലെ യഹൂദർക്കും അഭിവാദനങ്ങൾ അർപ്പിക്കുകയും ആയുരാരോഗ്യങ്ങൾ നേരുകയും ചെയ്യുന്നു. കൊടിയ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും രാജാവിനെതിരെ ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്ത ദൈവത്തിന് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. വിശുദ്ധ നഗരത്തെ ആക്രമിച്ചവരെ അവിടുന്ന് തുരുത്തി. പേർഷ്യയിലെത്തിയ സേനാധിപതിയും അപ്രതിരോധ്യമായ സേനയും നനേയ ക്ഷേത്രത്തിൽ വെച്ച് നനേയയുടെ പുരോഹിതന്മാരുടെ ചതിപ്രയോഗത്താൽ വധിക്കപ്പെട്ടു. വൻപിച്ച ക്ഷേത്ര നിക്ഷേപം സ്ത്രീധനമായി കൈവശമാക്കാൻ മോഹിച്ച അന്ത്യോക്കസ് നനേയ ദേവിയെ പരിഗ്രഹിക്കാൻ എന്ന ഭാവേന അനുചരന്മാരുമൊത്ത് അവിടെ എത്തി. ക്ഷേത്ര പുരോഹിതന്മാർ നിക്ഷേപങ്ങൾ അവരുടെ മുൻപിൽ നിരത്തിവെച്ചു. അന്ത്യോക്കസ് ഏതാനും പേരോടുകൂടെ ക്ഷേത്രവളപ്പിൽ പ്രവേശിച്ച ഉടനെ അവർ വാതിലടച്ചു. മച്ചിലെ ഒളിവാതിൽ തുറന്ന് കല്ലെറിഞ്ഞ് അവർ സേനാധിപതിയെയും അനുയായികളെയും വീഴ്ത്തി. അംഗഭംഗപ്പെടുത്തുകയും തലവെട്ടി പുറത്തുള്ളവർക്ക് എറിഞ്ഞുകൊടുക്കുകയും ചെയ്തു. ധർമ്മികൾക്ക് തക്ക ശിക്ഷ നൽകിയ ദൈവം എല്ലാവിധത്തിലും വാഴ്ത്തപ്പെടട്ടെ. കിസ്ലേവ് മാസം 25 ദിവസം ഞങ്ങൾ ദേവാലയ ശുദ്ധീകരണ തിരുനാൾ ആഘോഷിക്കുന്ന വിവരം നിങ്ങളും അറിയേണ്ടതാണ്. കാരണം കൂടാര തിരുനാളും ദേവാലയവും ബലിപീഠവും നിർമ്മിച്ച നെഹെമിയ ബലികൾ അർപ്പിച്ചപ്പോൾ നൽകപ്പെട്ട അഗ്നിയുടെ തിരുനാളും നിങ്ങളും ആഘോഷിക്കേണ്ടതാണല്ലോ. നമ്മുടെ പിതാക്കന്മാർ അടിമകളായി പേർഷ്യയിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ഭക്തന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിൽ നിന്ന് അല്പം അഗ്നിയെടുത്ത് പൊട്ടക്കിണറ്റിൽ ഒളിച്ചുവെച്ചു. അത് രഹസ്യമായിരിക്കാൻ അവർ വേണ്ട മുൻകരുതലുകളും ചെയ്തു. വളരെ കൊല്ലങ്ങൾക്കു ശേഷം ദൈവകൃപയാൽ പേർഷ്യ രാജാവ് നിയോഗിച്ച നെഹെമിയ പുരോഹിതന്മാർ ഒളിച്ചു സൂക്ഷിച്ച അഗ്നി എടുത്തുകൊണ്ടുവരാൻ അവരുടെ പിൻഗാമികളോട് നിർദ്ദേശിച്ചു. വന്ന് അഗ്നി കണ്ടെത്തിയില്ലെന്നും എന്നാൽ ഒരു കൊഴുത്ത ദ്രവം കണ്ടെന്നും അറിയിച്ചു. അത് കോരിക്കൊണ്ടുവരാൻ നെഹെമിയ ആജ്ഞാപിച്ചു. ബലിവസ്തുക്കൾ ഒരുക്കുമ്പോൾ വിറകിന്മേലും ബലിവസ്തുവിന്മേലും ആ ദ്രവം തളിക്കാൻ പുരോഹിതന്മാരോട് അവൻ നിർദ്ദേശിച്ചു. അപ്രകാരം ചെയ്ത് അല്പനേരം കഴിഞ്ഞപ്പോൾ മേഘാവൃതമായിരുന്ന സൂര്യൻ തെളിയുകയും വലിയൊരഗ്നി ആളിക്കത്തുകയും ചെയ്തു. എല്ലാവരും അത്ഭുതപ്പെട്ടു. ബലിവസ്തു ദഹിക്കുമ്പോൾ പുരോഹിതന്മാരും ജനങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ജോനാഥൻ പ്രാർത്ഥന നയിക്കുകയും ജനം നെഹെമിയായോടൊത്ത് പ്രതിവചനം ചൊല്ലുകയും ചെയ്തു. അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു: സകലത്തിൻ്റെയും സ്രഷ്ടാവും ദൈവവുമായ കർത്താവേ, ഏകരാജാവും ദയാലുവുമായ അങ്ങ് ഭീതികരനും ബലവാനും നീതിമാനും കാരുണ്യവാനുമാണ്. അങ്ങ് മാത്രമാണ് ഉദാരനും നീതിമാനും സർവശക്തനും നിത്യനുമായവൻ. എല്ലാ തിന്മകളിലും നിന്ന് ഇസ്രായേലിനെ അങ്ങ് രക്ഷിച്ചു. അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചു. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഈ ബലി സ്വീകരിക്കുകയും അങ്ങയുടെ ഓഹരിയായ അവരെ കാത്തുരക്ഷിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യണമേ. ചിതറിപ്പോയ ഞങ്ങളുടെ ജനത്തെ ഒന്നിച്ചു കൂട്ടുകയും വിജാതിയരുടെ ഇടയിൽ അടിമകളായി തീർന്നവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യണമേ. നിന്ദിതരെയും പുറന്തള്ളപ്പെട്ടവരെയും കടാക്ഷിക്കണമേ. അവിടുന്നാണ് ഞങ്ങളുടെ ദൈവമെന്നും വിജാതിയർ അറിയാൻ ഇടയാകട്ടെ. മർദ്ദകരെയും അഹങ്കാരം കൊണ്ട് മതിച്ചവരെയും ശിക്ഷിക്കണമേ. മോശ പറഞ്ഞിട്ടുള്ളതുപോലെ അങ്ങയുടെ ജനത്തെ വിശുദ്ധ സ്ഥലത്ത് നട്ടു വളർത്തണമേ. ഇത്തരം പുരോഹിതന്മാർ കീർത്തനങ്ങൾ ആലപിച്ചു. ബലിവസ്തു ദഹിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിയുണ്ടായിരുന്ന ദ്രവം വലിയ കല്ലുകളുടെ മേൽ ഒഴിക്കുന്നതിന് നെഹെമിയ കൽപ്പിച്ചു. ഇങ്ങനെ ചെയ്തപ്പോൾ ഒരു വലിയ അഗ്നിജ്വാലയുണ്ടായി. ബലിപീഠത്തിൽ നിന്നുള്ള പ്രകാശം തട്ടിയപ്പോൾ ആ ജ്വാല കെട്ടടങ്ങി. പ്രസിദ്ധമായി. പ്രവാസത്തിലേക്ക് നയിക്കപ്പെട്ട പുരോഹിതന്മാർ അഗ്നി സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് ഒരു ദ്രാവകം കണ്ടെന്നും അത് ഉപയോഗിച്ച് നെഹെമിയായും അനുചരന്മാരും ബലിവസ്തുക്കൾ ദഹിപ്പിച്ചെന്നും കേട്ട പേർഷ്യ രാജാവ് വസ്തുതകളെപ്പറ്റി അന്വേഷിക്കുകയും ആ സ്ഥലം വിശുദ്ധമായി
പ്രഖ്യാപിച്ച് ചുറ്റും മതില് കെട്ടുകയും ചെയ്തു. തനിക്ക് പ്രീതി തോന്നിയവർക്കെല്ലാം രാജാവ് നല്ല സമ്മാനം കൊടുത്തു. നെഹമ്യായും അനുചരന്മാരും ആ സ്ഥലത്തിന് ശുദ്ധീകരണം എന്നർത്ഥമുള്ള നെഫ്താർ എന്ന് പേരിട്ടു. എന്നാൽ അധികം പേരും നഫ്ത എന്ന് വിളിക്കുന്നു.